ഇന്നത്തെ സ്പെഷ്യൽ അങ്കമാലി മാങ്ങക്കറിയാണ്. നമ്മൾ സവോള, പച്ചമുളക്, ഇഞ്ചി നന്നായിട്ട് അരിഞ്ഞെടുക്കുക. അതിനകത്തേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് തിരുമ്മുക. നമ്മൾ ആവശ്യത്തിന് വെളിച്ചെണ്ണ അപ്പോൾ ഒഴിക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന മാങ്ങ അതിനകത്തേക്ക് ഇടുന്നു. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. പുളിയില്ലാത്ത മാങ്ങയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനകത്തേക്ക് കുറച്ച് ചൊറുക്ക ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇതിനകത്തേക്ക് നമ്മൾ രണ്ടാം പാൽ ഒഴിച്ചു കൊടുക്കുക. രണ്ടാം പാൽ ഇല്ലയെന്നുണ്ടെങ്കിൽ പച്ചവെള്ളം ഒഴിച്ചാൽ മതി. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മൾ ഗ്യാസ് കത്തിച്ച് നമ്മളിപ്പോൾ ഈ നന്നായിട്ട് പരട്ടി വെച്ചിരിക്കുന്ന ഇത് ഗ്യാസിലേക്ക് വെക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക, വേവുന്ന വരെ. അതിനുശേഷം നന്നായിട്ട് വെന്ത് കഴിയുമ്പോൾ നമ്മൾ ഒന്നാം പാൽ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ടൊന്ന് തിളച്ചാൽ മതി. ഒരുപാടിട്ട് തിളച്ച് കഴിഞ്ഞാൽ അത് പാല് പിരിഞ്ഞു പോവും. അപ്പോൾ അതുകൊണ്ട് ആവശ്യത്തിന് മാത്രം ഒന്ന് നന്നായിട്ടൊന്ന് ചൂടാക്കുക. ഒരു തള വന്ന് കഴിയുമ്പോൾ അത് ഓഫ് ചെയ്യുക, ഗ്യാസ് ഓഫ് ചെയ്യുക. അതിനുശേഷം നമ്മളൊന്ന് ഉള്ളി മൂപ്പിച്ചിടുന്നുണ്ട്. അത് ഇന്ന് നല്ല ടേസ്റ്റ് വരും. അപ്പോൾ നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ച് അതിനകത്തേക്ക് കുറച്ച് ഉള്ളിയിട്ട് ഒന്ന് വരട്ടിയെടുക്കുക. നമുക്ക് ഇതിനകത്ത് സമയത്ത് കറിവേപ്പില ഉണ്ടെങ്കിൽ വീണ്ടും കുറച്ച് കറിവേപ്പില ഇടാവേ. അതിനുശേഷം അത് നമ്മൾ ഈ മാങ്ങക്കറിയുടെ മുകളിലേക്ക് ഒഴിക്കുക. നല്ല ടേസ്റ്റുള്ള അങ്കമാലി മാങ്ങക്കറിയാണ്.